44 സഖാക്കളെ ജീവനോടെ ചുട്ടുകൊന്ന കീഴ്വെൺമണി രക്തസാക്ഷിത്വം രാജ്യം കണ്ട ഏറ്റവും വലിയ ജന്മിവേട്ട. 600 ഗ്രാം നെല്ല് അധിക കൂലിയായി ചോദിച്ചതിനാണ് CPM പ്രവർത്തകരായിരുന്ന ദളിതരെ പച്ചയ്ക്ക് കത്തിച്ചത്. ഇക്കുറി വെൺമണിയിൽ നിന്നുള്ള രക്തപതാക പാർട്ടി കോൺഗ്രസിൽ ഉയർത്തും. 1968 ഡിസംബർ 25 ലോകമാകെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ രാത്രി 10 മണിക്ക് ഒരുപടി നെല്ല് അധികമായി ചോദിച്ചതിന് ജന്മിമാരുടെ കൂട്ടക്കുരുതിക്ക് ഇരയായ പാവപ്പെട്ട സഖാക്കളുടെ നാടാണ് കീഴ്വെൺമണി. 16 സ്ത്രീകളും 21 കുട്ടികളുമടക്കം 44 സഖാക്കളെ ഇരുതിയിൽ ജീവനോടെ ജന്മിമാർ ചുട്ടുകൊല്ലുകയായിരുന്നു. കൂലി വർധനവ് വേണമെങ്കിൽ കീഴ്വെൺമണിയിലെ ചെങ്കൊടികൾ അഴിച്ചു മാറ്റണമെന്ന ആവശ്യം തൊഴിലാളികൾ തള്ളി. 1962 ഡിസംബർ 25 പുറത്തുള്ള തൊഴിലാളികളെ ഇറക്കി പണിയെടുക്കാനുള്ള ശ്രമം സംഘർഷത്തിൽ കലാശിച്ചു. അന്ന് രാത്രി 10 മണിക്ക് ഗോപാലകൃഷ്ണൻ നായിഡുവിന്റെ നേതൃത്വത്തിൽ തോക്കുധാരികളായ ഗുണ്ടകൾ ഗ്രാമം വളഞ്ഞു. നിരായുധരായ തൊഴിലാളികൾ പ്രാണരക്ഷാർത്ഥം വെറും 8 അടി നീളവും 5 അടി വീതിയുമുള്ള രാമയ്യന്റെ കുടിലിൽ അഭയം തേടി. ചുറ്റും തീയിട്ട ഗുണ്ടകൾ രക്ഷപ്പെടാൻ ശ്രമിച്ച കുട്ടികൾ ഉൾപ്പെടെ 4 പേരെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. 44 പേർ മൃഗീയമായി കൊല്ലപ്പെട്ടുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KN ബാലഗോപാൽ പറഞ്ഞു. ആ വലിയ ത്യാഗം, സമരം, അതിൻ്റെ ഭാഗമായിട്ടുള്ള രക്തസാക്ഷിത്വം ഇന്നും തമിഴ്നാട്ടിലാകെ എല്ലാവരും അതീവ ആവേശത്തോടു കൂടി ഓർക്കുന്ന സംഭവമാണ് കീഴ്വെൺമണി രക്തസാക്ഷികളെ സംബന്ധിച്ച്. മധുരയിൽ വീണ്ടും ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം എത്തുമ്പോൾ പഴയകാല ത്യാഗനിർഭരമായ അനുഭവങ്ങളും അത്തരം ചരിത്രവും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. തമിഴ്നാട് നാഗപട്ടണം ജില്ലയിലാണ് കീഴ്വെൺമണി എന്ന ഗ്രാമം. തമിഴ്നാടിന്റെ നെല്ലറയായ തഞ്ചാവൂരിലാകെ CPIM നേതൃത്വത്തിൽ കർഷക തൊഴിലാളികൾ മാന്യമായ ജീവിതത്തിനും കൂലിക്കൂടുതലിനു വേണ്ടി സമരത്തിന് ഇറങ്ങിയ കാലം. തീർത്തും ദയനീയമായ അവസ്ഥയിൽ കഴിയുന്ന പട്ടിണി തൊഴിലാളികൾ, സ്വന്തമായി ഭൂമിയില്ലാത്ത കൂരകളിൽ താമസിക്കുന്ന ദളിതർ, അപ്പുറത്ത് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സ്വന്തമായുള്ള ജന്മിമാർ, യാതൊരു സ്വാതന്ത്ര്യവുമില്ലാത്ത അടിമകളായിരുന്നു തൊഴിലാളികൾ. ജന്മികൾക്ക് എല്ലാ ഒത്താശയും ചെയ്ത് മദ്രാസിലെ കോൺഗ്രസ് ഗവൺമെന്റും. രക്തസാക്ഷി സ്മരണയിൽ കീഴ്വെൺമണിയിൽ പാർട്ടി കോൺഗ്രസിന് ഉയർത്താനുള്ള രക്തപതാക മുതിർന്ന CPM നേതാവ് G രാമകൃഷ്ണൻ ജാഥ ക്യാപ്റ്റൻ U വാസുകിക്ക് കൈമാറും. മധുരയിൽ നിന്ന് ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.